നമസ്കാരം. മുട്ട് തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണ്? നമ്മളുടെ മുട്ടിലെ അസ്ഥികളുടെ നടുക്കായിട്ട് വളരെ മൃദുവായ ഒരു സംരക്ഷണ ആവരണമുണ്ട്. കാർട്ടിലേജ് എന്നു പേരുള്ള ആ ആവരണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മുട്ടിലെ അസ്ഥികളെ തമ്മിൽ ഒരയാതെ സംരക്ഷിക്കുന്നത്. പക്ഷെ ചിലരിൽ കാലക്രമം കൊണ്ട് ഈ കാർട്ടിലേജിന് കനം കുറയുകയും അതുപോലെ തന്നെ അത് നശിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ചിലരിലാകട്ടെ ഈ അവസ്ഥ ഒന്നുകൂടെ പുരോഗമിച്ച് അതിന് ചെറിയതായ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം വരും. ചിലരാണെങ്കിൽ ആ അസ്ഥിയുടെ അഗ്രഭാഗത്തായിട്ട് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ കാലാന്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഒരു കാര്യം പ്രധാനമായി മനസ്സിലാക്കുക, ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല, വർഷങ്ങളായി പല ലക്ഷണങ്ങളും നമ്മൾ അവഗണിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന അവസ്ഥ ഉണ്ടാവുന്നത്. ആദ്യ ലക്ഷണങ്ങളായി പൊതുവെ കാണപ്പെടുന്നത് സ്റ്റെപ്പുകൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള വേദന, അതുപോലെ തന്നെ കുറെ അധികം ദൂരം നടന്നാൽ മുട്ടിന് വേദന, ഇന്ത്യൻ ക്ലോസറ്റ് മുതലായ സ്ഥലങ്ങളിൽ കുത്തിയിരിക്കാൻ പറ്റായിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പ്രാരംഭത്തിൽ കാണപ്പെടുന്നത്. ഈ ലക്ഷണങ്ങളെ ബഹുഭൂരിപക്ഷ ആളുകളും, ഇപ്പൊ നമ്മളുടെ ഒക്കെ ഒപ്പിയിൽ വരുന്ന രോഗികളെ നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ എന്ന് പറയാം, പ്രായാധിക്യം കൊണ്ടാണെന്ന് കരുതി ഇതിനെ അവഗണിച്ച് കളയുകയാണ് പതിവ്. പക്ഷെ ഇതിനെ നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയുകയും ഒപ്പം ശരിയായ ചികിത്സയോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ആ ഭാഗത്തുള്ള മസിലുകൾക്ക് ബലപ്പെടുത്തുന്നതായ വ്യായാമങ്ങളും ഒപ്പം തന്നെ ശരീരഭാരത്തെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനത്തിന്റെ പുരോഗതിയെ നമുക്ക് തടയാൻ അല്ലെങ്കിൽ വൈകിക്കാനെങ്കിലും സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ അതിനെ പ്രായാധിക്യം കൊണ്ടാണെന്ന് കരുതി അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് ശരിയായ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കുറിച്ച് അഥവാ തേയ്മാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുട്ടുവേദനയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നെങ്കിൽ ഈ പ്രൊഫൈൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.